ഇതാണ് കേട്ടോ നമ്മുടെ അകത്തിച്ചീര. അകത്തിച്ചീര എന്ന് കേൾക്കുമ്പോൾ ചീര പോലെ ചെറിയൊരു ചെടിയല്ല കേട്ടോ, ഒരു അത്യാവശ്യം വലിയൊരു മരമാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ കടഭാഗം. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ കടഭാഗം. നല്ല ഹൈറ്റിലാണ് ഇത് വളർന്നു വന്നേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ പൂത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. വെള്ള പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂക്കളൊന്ന് പറിച്ചെടുക്കാം. ഇത് വളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയുടെ ചെടി പോലെയൊക്കെയാണ്, ഒട്ടും ബലമില്ലാത്ത ഒരു ചെടിയാണ്. നമുക്കതൊന്ന് വളച്ചിട്ട് പറിച്ചെടുക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം. നമുക്ക് ഇത്രയും പൂക്കൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം പറ്റി, നമ്മളിത് വളച്ച് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ ഒടിഞ്ഞു പോയി. അവിടെ വെച്ചിട്ട് ഒടിഞ്ഞു പോയി. പക്ഷേ കുഴപ്പമില്ല, അതിൻ്റെ മുകളിൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ കവറോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ശിഖരങ്ങൾ വന്നോളും. അപ്പോൾ നമുക്ക് പൊക്കമില്ലാതെ നമുക്ക് ഇലയും പൂക്കളൊക്കെ പറിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും ബലമില്ലാത്ത മുരിങ്ങയുടെ പോലെ ഒട്ടും ബലമില്ലാത്ത ചെടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ വളച്ച് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ ഈ ചെടി വളർത്തുന്ന സമയത്ത് ചെറുപ്പത്തിലേ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയാൽ മതിയായിരുന്നു. നമ്മളത് ചെയ്തില്ല, അതുകൊണ്ടാണ് അത് ഒടിഞ്ഞു പോയത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇലയും നമുക്ക് തോരൻ വെക്കാം കേട്ടോ. ഇലയും പൂക്കളും എല്ലാം തോരൻ വെക്കാം. ഇത് നിറച്ച് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്തായാലും ഇത്രയും പൂക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ള പൂക്കളാണ് കേട്ടോ. ഇതുപോലത്തെ ചുമന്നതും ഉണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ. നമുക്ക് ചെടിയായിട്ടും വളർത്താട്ടോ. കുറ്റിയായിട്ട് നിർത്തിയാൽ മതി. നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കൂമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശിഖരങ്ങളൊക്കെ പൊട്ടി ഇതേപോലെ പൊങ്ങിപ്പോവാതെ നിർത്തിയാൽ മതി കേട്ടോ.